സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ 2 ആഴ്ചത്തോളമായി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട്. കുറച്ചായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. പിന്നെ വണ്ടിയിൽ ചെറുതായിട്ടൊരു പണിങ് വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്തു, പിന്നെ ഈ ഒരു വൈസർ ഞാൻ സെറ്റ് ചെയ്തു. ഞാൻ മീഷോന്ന് ഏകദേശം 48 രൂപയ്ക്കിട്ട് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ നമ്പർ വെച്ച് ലോഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓഫർ ഉണ്ടല്ലോ, ആ ഓഫറിൽ ഞാൻ ഈ ഒരു വൈസർ ബുക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതാണ്. പിന്നെ എനിക്ക് ഏകദേശം 450 ആ റേഞ്ചിൽ എനിക്കിത് കിട്ടി. ഒരു 48 റുപ്പീസിൽ ഇതും കിട്ടി. അത് രണ്ടും മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ വണ്ടി ഏകദേശം ഏറെക്കുറെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി സ്റ്റിക്കർ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 വട്ടം ഷോപ്പിൽ പോയത് കാരണം ഇതുവരെ ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റിക്കർ ചെയ്തിട്ട് വണ്ടി വെറുതെ കണ്ണാപ്പിയാക്കണ്ട വിചാരിച്ചിട്ട് ഒരു ചെയ്യണമെന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വൈറ്റ് സ്ട്രാപ്പ് അടിക്കുമല്ലോ അലോയിൽ, അത് ജസ്റ്റ് ഒന്ന് അടിക്കണമെന്നുണ്ടായിരുന്നു. ഇത് വൈറ്റ് സ്ട്രാപ്പ് അടിച്ച രസം ഉണ്ടാവുമോ ഇല്ലേ അറിയില്ല കേട്ടോ. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, വണ്ടർ കാര്യം പറയാനല്ലേ ഞാൻ വന്നത്. സോ എനിവേ, ഇപ്പോൾ നമുക്ക് നിലവിൽ 20 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാനത് തുടങ്ങിയ ടൈമിൽ ഞാൻ ഒരിക്കലും ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കയറുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരാളെ പോലെ ഞാൻ പുറത്തുനിന്ന് നിർബന്ധിച്ച് സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. എനിവേ, താങ്ക് യു. എന്തായാലും ഈ പറഞ്ഞ 20 സബ്സ്ക്രൈബേഴ്സിന് എങ്ങനെ കയറി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ജസ്റ്റ് ചാനൽ തുടങ്ങി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഉറപ്പുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലുമൊക്കെ കാണും, ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യും, ആരെങ്കിലുമൊക്കെ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അത് അതുപോലെ തന്നെ ആയി. എന്താ, ഞാൻ ആരെയും കൊണ്ടും ലിങ്കിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയോ നിർബന്ധിച്ചാരെ സബ്സ്ക്രൈബ് ചെയ്യുകയോ എൻ്റെ ഫാമിലിയിലോ എൻ്റെ ഫ്രണ്ട്സോ ആരെയും കൊണ്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എന്തായാലും പുറത്തുനിന്നുള്ളവർ കയറുമ്പോൾ അതിൻ്റെ ഒരു പ്രൗഡ് വേറെ തന്നെ. ആരെ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ ഞാൻ നിന്നിട്ടില്ല. സോ ഓക്കെ, അപ്പോൾ ഇനി തുടർന്ന് വീഡിയോസും കാര്യങ്ങളും ചെയ്യുമ്പോൾ വീഡിയോസ് എനിക്ക് ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, കാണാൻ താല്പര്യമുണ്ട് എന്നുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ കറക്റ്റ് 2 മാസം വർക്കിന് പോയിട്ടാണ് ഞാൻ ഈ ഒരു മോഡലിന് എടുക്കുന്നത്. എനിക്കിതിന് മുന്നേ ഒരു V3 ഉണ്ടായിരുന്നു. ആ വണ്ടിയുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ റീൽസും കാര്യങ്ങളും ചെയ്തായിരുന്നു. ബട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടും പിന്നെ ഫിനാൻഷ്യലി അതിന് മാത്രമുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ടും എനിക്ക് ആ വണ്ടി കൊടുക്കേണ്ടി വന്നു. ഞാനത് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഫ്രീ ആയി. പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളും കിട്ടിയപ്പോഴാണ് ഞാൻ കുറച്ചൊന്നും ഗ്യാപ്പ് ഇട്ടു. ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു വണ്ടി എടുക്കുന്നത്. സിറ്റുവേഷൻ എന്ന് പറയാൻ എൻ്റെ ബാക്കിൽ വേറൊരു കഥയുണ്ട്, അത് ഞാൻ പൊതുവെ പോയി പറയാം. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഈ ഒരു മുതലെടുത്തിട്ട് നല്ല വർത്താണ്. കാരണം എന്താ വെച്ചാൽ മൈലേജും കാര്യങ്ങളും എനിക്ക് 60+ മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയിപ്പോൾ സെക്കൻഡ് സർവീസ് ആവാറായി. 2200 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു എനിക്ക് 60+ മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ വർക്കിനെ പറ്റിയോ അത് വേറെയുള്ള ബൈക്സിനോ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ കയറി എനിക്ക് എന്നെ മെസ്സേജ് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടൻറ്റായിട്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യാനും കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ റേസ് എസ്പിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കമൻറ്റ് ബോക്സായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.